എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. ഇതിൽ 5-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇതഃ കോന്വസ്തി മൂഢാത്മാ യസ്തു സ്വാർത്ഥേ പ്രമാദ്യതി ദുർലഭം മാനുഷം ദേഹം പ്രാപ്യ തത്രാപി പൗരുഷം. ദുർലഭമായ മനുഷ്യജന്മവും അതിൽ പുരുഷ ശരീരവും ലഭിച്ചിട്ടും തനിക്ക് യഥാർത്ഥത്തിൽ ശ്രേയസ്കരമായതിനു വേണ്ടി, അതായത് മോക്ഷത്തിനു വേണ്ടി പ്രയത്നിക്കാത്തവനേക്കാൾ മൂഢനാരുണ്ട്? നിത്യാനന്ദം സമ്പാദിക്കാനുള്ള അപൂർവ സന്ദർഭം ലഭിച്ചിട്ടും അത് പാഴാക്കി നിരന്തര ദുഃഖത്തെ വരിക്കുന്നവനെ മൂഢരിൽ മൂഢൻ എന്നല്ലാതെ എന്തു പറയും? ഇവിടെ നമുക്ക് നിരവധി ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പല മൃഗയോനികളിലും പ്രാണിയോനികളിലും പക്ഷിയോനികളിലും ജനിച്ച് അങ്ങനെ മോക്ഷം കിട്ടിയാണ്, നല്ല നല്ല അവസ്ഥകളിൽ എത്തിയിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോൾ മനുഷ്യജന്മം കിട്ടിയിട്ടും കാമക്രോധങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ജന്മമുണ്ടായിരുന്നു. കാമവും ക്രോധവും മൃഗത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള ജന്മം നമുക്ക് ലഭിച്ചു അനേക തവണ. അതൊക്കെ തീർത്തിട്ടാണ് മനുഷ്യജന്മം കിട്ടിയത്. മനുഷ്യനിൽ സ്വയം അറിയുന്നു എന്നാണ് പറയുന്നത്. കല്ലിൽ ഞാൻ ഉറങ്ങിയിരിക്കുന്നു, വൃക്ഷങ്ങളിൽ ചലിക്കുന്നു, മൃഗങ്ങളിൽ നടമാടുന്നു, മനുഷ്യനിൽ സ്വയം അറിയുന്നു. അപ്പം സ്വയം അറിയുക എന്നുള്ളതാണ് മനുഷ്യധർമ്മം. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് തനിക്ക് ഈ ജന്മം ലഭിച്ചിട്ടുള്ളത്? തനിക്ക് ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങളൊക്കെ വൃത്തിയായി ചെയ്തതിന് ശേഷം നിഷ്കാമകർമ്മമായിട്ട് ധർമ്മം മാത്രം മുന്നിൽ ഒരു സ്വാർത്ഥ ലാഭം ഉദ്ദേശിക്കാതെ കണ്ട് അത് ചെയ്ത് തീർക്കുക. ഉദാഹരണത്തിന് അധ്വാനിച്ചുകൊണ്ട് പണം നേടുക, അല്ലാതെ കിട്ടുന്ന പണം ഉപയോഗിക്കാതിരിക്കുക, അതേപോലെ തന്നെ വിവാഹം കഴിക്കുക, അതിനുശേഷം മറ്റു സ്ത്രീകളുമായി ശ്രദ്ധിക്കാതിരിക്കുക, ഇത്യാദി ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇത്രയും ജീവിതത്തിന് നല്ല സൗകര്യങ്ങൾ ഒരുക്കി തന്നത് അതേ ബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ബ്രഹ്മത്തിനെ ഉപാസിച്ചുകൊണ്ട് ഈ സർവചരാചരത്തിലും ഭാസിക്കുന്ന അതുതന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രേയസ്കരമായൊരവസ്ഥയെ പ്രാപിക്കുകയാണ് നമ്മൾ വേണ്ടത്. അറിവിനെ വേണ്ടി ദാഹിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നല്ലൊരവസ്ഥയെ നമ്മൾ ലഭിച്ചിട്ട് മോക്ഷം നേടുക, വീണ്ടും ഒരു ജനനമില്ലാത്ത അവസ്ഥ നേടുക. ഇതാണ് ഇവിടെ പറയുന്നത്. അതിന് കഴിയാത്ത, പരിശ്രമിക്കാത്ത ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ മൂഢന്മാർ ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ബാക്കി അടുത്ത ഭാഗം. നന്ദി, നമസ്കാരം.